ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ജെനി എന്ന കഥയുടെ 5ാം ഭാഗമാണ്. അപ്പം കഥ കേൾക്കുക എല്ലാവരും. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നത്തെ ദിവസം ഉറക്കമെഴുന്നേക്കുന്ന സമയത്ത് ജെനി ചേച്ചി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു. സമയം അപ്പോൾ 7 മണിയായി. വീട്ടിലെപ്പോഴും 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു. പിന്നെ ജെനി ചേച്ചിയുടെ കാര്യം, ചേച്ചി ചിലപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ ഉറങ്ങാതെ കിടന്നത് കൊണ്ടാവാം ഇന്ന് കുറേ നേരം വൈകിയാണ് എണീക്കുന്നത്. ഞാൻ ഒരു നിമിഷം പായിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് നോക്കി. ജെനി ചേച്ചി എന്ത് കിടപ്പാണ് ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഷീറ്റ് എടുത്ത് ഒന്ന് പതിച്ചു കൊടുത്തു. ശേഷം ജെനി ചേച്ചിക്കൊപ്പം കട്ടിലിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജെനി ചേച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല ഉറക്കത്തിലാണ് ആള്. എന്തൊക്കെയോ മധുര സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. ഉറങ്ങുന്ന സമയത്തും ജെനി ചേച്ചിയെ ഞാനങ്ങനെ നോക്കി നിന്ന് പോയി. കാണാൻ നല്ല സുന്ദരിയാണ് ജെനി ചേച്ചി. ഒരു വെള്ള ഗൗൺ രാത്രിയിൽ ഇടുന്ന സമയത്ത് പിന്നെ പറയും വേണ്ടല്ലോ. ഞാൻ ആ നിമിഷം ജെനി ചേച്ചിയെ ഒന്ന് തട്ടി വിളിച്ചു. ജെനി ചേച്ചി എഴുന്നേക്കുന്നില്ലേ? സമയം ഒരുപാടായിട്ടുണ്ട്. ദാ കോഴി കുവിയിട്ട് ഒരുപാട് നേരമായി. ചേച്ചി മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ എഴുന്നേക്കാത്ത, ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. ഞാനങ്ങനെ പറയുന്ന സമയത്തും ജെനി ചേച്ചി പറഞ്ഞു, എടാ കുറച്ച് സമയം കൂടെ, ഇച്ചിരിയും കൂടെ ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ തന്നെ വീണ്ടും വിളിച്ചു. പറ്റില്ല, നേരത്തെ എഴുന്നേക്കണം, നല്ല കുട്ടികൾ. അങ്ങനെയല്ലേ ചേച്ചിയും? ചേച്ചിയല്ലേ ഇതൊക്കെ എന്നെ പഠിപ്പിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് എൻ്റെ കുട്ടൻ എന്ന് പറഞ്ഞ് ജെനി ചേച്ചിയെ ഞാൻ മാടി വിളിക്കുന്ന സമയത്ത് ജെനി ചേച്ചി മെല്ലെ എഴുന്നേക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി നേരം കൂടെ കിടക്കാൻ സമ്മതിക്കത്തില്ല ഈ ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ജെനി ചേച്ചി എഴുന്നേറ്റ് അഴിഞ്ഞു കിടക്കുന്ന മുടി അത് വാരി കെട്ടിവെച്ചു. ആ നിമിഷം ജെനി ചേച്ചി എന്നോട് ചോദിച്ചു, എടാ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞ് ജെനി ചേച്ചി എഴുന്നേക്കുന്ന സമയത്ത്, കുഴപ്പമില്ല ചേച്ചി, കുറച്ച് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നടന്നിട്ട് മതി. എന്നാൽ ഞാൻ ആ മുറ്റം അടിക്കട്ടെ. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ മഴ പെയ്ത് എല്ലാം വഷളായി കിടക്കുകയാണ്. അതൊന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ചൂലും എടുത്തുകൊണ്ട് ജെനി ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജെനി ചേച്ചി പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ജെനി ചേച്ചി മുറ്റമടിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ആ സമയം അവിടേക്ക് ചെന്ന് നിന്നു. ചേച്ചി എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചീനെ പറഞ്ഞു, എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്ന ചെറിയൊരു കൊട്ട എടുത്തുകൊണ്ട് വെച്ചു. കരിയിലെയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ആ നിമിഷം മുറ്റമടിക്കുന്ന ജെനി ചേച്ചിയെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. മോഡേൺ ഡ്രസ്സിട്ട് ഇവിടെ മുറ്റമടിക്കുന്ന വേറെ ആരുമല്ല, ജെനി ചേച്ചി മാത്രമാണ്. സാധാരണ ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലാണെങ്കിലും സ്ത്രീകളൊന്നെങ്കിൽ മാക്സി, അല്ലെന്നുണ്ടെങ്കിൽ ചുരിദാർ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ എപ്പോഴും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ജെനി ചേച്ചി മാത്രമാണ്. അത്യാവശ്യം മോഡേണുള്ള സെൻസ് ഉള്ള ഒരു പെൺകുട്ടി, അത് തന്നെയാണ് ജെനി ചേച്ചി. നീ എന്താടാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ജെനി ചേച്ചിയോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ മോഡേൺ ഡ്രസ്സിട്ട് മുറ്റമടിക്കുന്നത് ജെനി ചേച്ചി അല്ലാതെ മറ്റാരുമില്ല. പെട്ടെന്ന് അത് കേട്ടതും മുറ്റമടിച്ചുകൊണ്ടൊന്ന് ജെനി ചേച്ചി ഒന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഉപയോഗിച്ചു. അതെന്താടാ നീ എങ്ങനെ പറഞ്ഞേ? ഈ നാട്ടിലെ പെൺപിള്ളേർക്കൊന്നും വസ്ത്രധാരണ സ്വാതന്ത്ര്യമൊന്നുമില്ലേ? നിങ്ങളെല്ലാം പറയുന്ന കണക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് ചേച്ചിയുടെ ഇഷ്ടം തന്നെയല്ലേ. ഇപ്പം മോഡേൺ ആണെങ്കിലും ശരി തന്നെ, ട്രഡീഷണൽ ആണെങ്കിലും ശരി തന്നെ, അത് ചേച്ചിയുടെ മാത്രം ഇഷ്ടമാണ്. അത് ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തിയത് ചേച്ചി തന്നെയാണ്. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് ചേച്ചീനെ പറഞ്ഞു, നീ ഇങ്ങനെ കിടന്ന് ഉരുളണ്ട കേട്ടോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീയും ഒരു സ്ത്രീവിരോധിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചേച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു. ചേച്ചിക്ക് എന്ത് കാര്യത്തിനും ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ജെനി ചേച്ചിക്ക് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ ജെനി ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നീ ഒരു പാവാണെന്ന് എനിക്കറിയാം, മറ്റാരെയും പോലല്ല. ഏകദേശം വേറെ ആരായില്ലെങ്കിലും എൻ്റെ കെട്ടിയനെ പോലെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ കാര്യം പോക്കാം. ജെനി ചേച്ചിയുടെ ആ നിഷ്കളങ്കമായ ഗൗരവമേറിയ സംസാരത്തിൽ ഞാൻ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്കൊരു കൊതി തോന്നി. അത് മറ്റൊന്നും ആയിരുന്നില്ല,
ജനിച്ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കണമെന്നുള്ളൊരു കൊതി അത് മനസ്സിൽ തോന്നിയിട്ട് കുറേ നാളായി. ഞാൻ പെട്ടെന്ന് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ചേച്ചി ഒന്ന് മുഖത്തേക്ക് നോക്കി. എന്താടാ, എന്ത് കാര്യ? പെട്ടെന്ന് ഞാൻ ഒന്നും മിണ്ടാതെ അത് അത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞ ചേച്ചി ചൂടാവുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ജനിച്ചേച്ചിക്ക് ആ ഒരു കാര്യം എന്താണെന്നറിയാനുള്ള ഒരു കൊതി തോന്നി. വീണ്ടും വീണ്ടും ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ആ കാര്യം? എന്താണെങ്കിലും നീ പറഞ്ഞോളൂ. അത് അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ മാറ്റി വെക്കല്ലേ, കാര്യം പറ. എന്താ നിനക്ക് അറിയാനുള്ള ഒരു കൊതി പോലെ? എന്തായാലും എന്നോട് പറഞ്ഞോളൂ, ഞാനത് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞോളാം. ജനിച്ചേച്ചി മറ്റൊന്നുമല്ല, ചേച്ചി അന്ന് കണ്ടില്ലേ, അന്ന് വന്ന സമയത്ത് തന്നെ ആ ടൈമിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ചേച്ചി സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ചേച്ചി സാരി ഉടുത്തുനിന്ന് കാണണമെന്ന്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, പക്ഷേ ഞാനതുവരെ പറഞ്ഞിട്ടില്ല. അതെപ്പോഴെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാണ്. പെട്ടെന്ന് ജനിച്ചേച്ചി ഒരു ആശ്ചര്യത്തോടെ എന്നോട് ചോദിച്ചു, അതെപ്പോഴാണ് ഞാൻ സാരി ഉടുത്തത്? അതപ്പം നീ ശ്രദ്ധിച്ചു? എനിക്കിതുവരെ അങ്ങനെ ഒരു കാര്യമേ എനിക്ക് ഓർമ്മയില്ലല്ലോ. അന്ന് അമ്പലത്തിലെ പൊങ്കാല ഇട്ടില്ലേ, ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു സെറ്റ് സാരി ഉടുത്തായിരുന്നു. അതിൽ ചേച്ചിയെ കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചായിരുന്നു. അതാ അന്നത്തെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഉണ്ട്. അത് 2 വർഷം മുന്നേ ആണെങ്കിലും. അപ്പോൾ എനിക്കൊരാഗ്രഹം ചേച്ചിയെ കൊണ്ട് ഒന്ന് സാരി എടുത്ത് കാണണമെന്ന്. അതിന് പറ്റില്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു. നീ ആളെ കൊള്ളാലോ എൻ്റെ കുട്ടാപ്പി. എൻ്റെ അടുത്ത് ഇതുവരെ ആരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനത് സാരി ഉടുക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നീ പറഞ്ഞതല്ലേ, ഞാൻ ഒരു ദിവസം കൊടുക്കാം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ജനിച്ചേച്ചി അത് പറയുന്ന സമയത്ത് എനിക്കും ഒരു കൊതി തോന്നി. എന്തായാലും ചേച്ചി അങ്ങനെ പറഞ്ഞ കാര്യമല്ലേ, എന്തായാലും ശരിയെന്നെ ഇന്ന് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. ഞാനത് ജനിച്ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഇന്ന് രാത്രിയിൽ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പം തന്നെ ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നു ചെക്ക, ദേ ആ പൊടിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലോട്ട് വിട്ടെ. ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ ഇവിടെ എന്താ സ്ഥിരതാമസമാക്കാൻ പോവാണോ എന്ന് പറഞ്ഞ ശേഷം ചേച്ചി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ജനിച്ചേച്ചി ഒറ്റ നിമിഷം കൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്നിരിക്കുന്നു. ചേടാ, സ്വന്തമായിട്ട് വീടിയും കൂടിയുള്ള കാര്യം പോലും അത് ഞാൻ മറന്നല്ലോ ദൈവമേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ എന്ന് ജനിച്ചേച്ചി ഒന്ന് തട്ടി വിളിച്ചു. എൻ്റെ ചേച്ചി, ഞാൻ പോകണ്ടല്ലേ, ഞാൻ ഇവിടെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ എത്ര ദിവസമായിട്ടാ? ഉവ്വ, നീ ഏതായാലും ആ പൊടിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകാൻ നോക്ക് വീട്ടിലോട്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നോക്കണ്ട. ഇനി നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് തിരക്കി കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും അവരുടെ അടുത്തിട്ട് അടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ചിരിച്ചു. ആ നിമിഷം ഞാൻ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോയി. ആ ടൈമിലും ചേച്ചിയുടെ ആ ഒരു ചിരിയും സംസാരവും എല്ലാം എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയം ഇറങ്ങാൻ നേരത്ത് ജനിച്ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോഴായിരുന്നു എനിക്ക് എന്തുമാത്രം ആ ഒരു വീട്ടിൽ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത്. അത് ചിലപ്പോൾ നിന്നെ മിസ് ചെയ്യുന്ന പോലെ, എനിക്ക് മിസ് ചെയ്യുന്ന പോലെ, ചേച്ചിക്ക് മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിക്കാണും. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ജനിച്ചേച്ചി എൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, എടാ നീ ഇനി എപ്പോഴാണ് വരിക? ഇനി പൊടിപ്പിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വരുമോ? ആ സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴും ചേച്ചി ഒന്ന് മുറുകെ പിടിച്ചിട്ട് ചോദിച്ചു, എടാ വരില്ലേ നീ? ആ സമയത്ത് ഞാൻ പറഞ്ഞു, മറ്റന്നാൾ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വരാം. ചേച്ചി ഇവിടെ ഓക്കെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ വന്നോളൂ, ഇവിടെ എല്ലാം സെറ്റാണ് എന്ന് ചേച്ചി പറഞ്ഞു. ശേഷം ഞാൻ പൊടിപ്പിച്ച് വെച്ചേക്കുന്ന ആ ഒരു പൊടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ ടൈമിൽ ചേച്ചി എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ആ ഒരു സൗഹൃദം ചേച്ചി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ നേരെ വീട്ടിലെത്തിയപ്പോഴും എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ചിന്തയിൽ വന്നത്. പെട്ടെന്ന് അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ കണ്ടില്ലല്ലോ പഠിപ്പിക്കാൻ പോയിട്ട്, എപ്പോൾ പോയതാണെന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ശകാരിക്കുന്ന സമയത്തും പെട്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു, പിന്നെ അവിടെ അങ്ങ് ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു കാര്യം ജനിച്ചേച്ചിയുടെ തലയിൽ നിന്ന് മാറ്റി. വെറുതെ എന്തിനാ ജനിച്ചേച്ചിയും കൂടെ പഴി വാങ്ങിച്ചു കൊടുക്കുന്നത്? പെട്ടെന്ന് തന്നെ അമ്മയും അച്ഛനും പറഞ്ഞിട്ട് പോയി,
പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അതും വായിച്ചുകൊണ്ട് വരികയല്ല വേണ്ടത്, അവിടെ ഇവിടെയൊക്കെ കയറി നിന്നോ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ശകാരിച്ചിട്ട് രണ്ടുപേരുടെയും വഴിക്ക് പോയി. ഞാനവിടെ വീട്ടിലൊറ്റയ്ക്കിരിക്കുന്ന സമയത്തും എനിക്ക് ആ ഒരു ചിന്തകളൊക്കെ ആയിരുന്നു. ജെനി ചേച്ചി ആ സമയത്ത് എന്തുമാത്രം എന്നെ മിസ് ചെയ്യുന്നുണ്ട്, എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ആ രീതിയിൽ ജെനി ചേച്ചിയോട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജെനി ചേച്ചി എനിക്ക് ചായ ഉണ്ടാക്കി തന്നു, ഭക്ഷണം ഉണ്ടാക്കി തന്നു, ജ്യൂസ് തന്നു, പിന്നെ ഉപ്പിലിട്ട മാങ്ങ തന്നു. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നെനിക്ക് തോന്നി. പക്ഷേ ഇനി ഞാൻ കഴിയില്ലല്ലോ, ഞാൻ ഇവിടെ ആയിപ്പോയില്ലേ. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് പൊടിപ്പിക്കാനോ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് പോകണം. അവിടെ ഇനി ഉണ്ണിച്ചേട്ടനുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷേ എപ്പോഴായാലും ജനിച്ചേച്ചിയായിട്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് തോന്നി. പക്ഷേ ആ നിമിഷമാണെങ്കിലും എനിക്ക് നോക്കാൻ പറ്റിയില്ല. അമ്മയും അച്ഛനും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് ജനിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കളിക്കാനായിട്ട് പിള്ളേർ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ശേഷം അവരെയും ഞാൻ ഒഴിവാക്കി. അതിനുശേഷമാണ് ഞാൻ ജനിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്. ആ ടൈമിൽ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലാണെങ്കിൽ ശരി തന്നെ എല്ലാവരുടെയും കണ്ണ് എന്നിൽ തന്നെയായിരുന്നു. ഞാൻ നേരെ ഒന്നും നോക്കാതെ തന്നെ ജനിച്ചേച്ചിയുടെ വീട്ടിലെത്തി. കയ്യിൽ ഒരു കവറുണ്ടായത് കൊണ്ട് ആര് ശ്രദ്ധിച്ചാലും പൊടിപ്പിക്കാൻ വന്നതാണെന്നേ പറയുള്ളൂ. പക്ഷേ ആ കവറിനകത്ത് മുഴുവൻ മണ്ണും ചെളിയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് എടുത്തുകൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ജനിച്ചേച്ചി എന്നെ അതിശയമായിട്ട് നോക്കി. ചേട്ടാ, പൊടിപ്പിച്ച് വിട്ടവനാണല്ലോ, വീണ്ടും പൊടിപ്പിക്കാൻ സാധനമായിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് വിചാരിച്ചാണ് ജനിച്ചേച്ചി അവിടേക്ക് വരുന്നത്. ആ ടൈമിൽ എൻ്റെ കയ്യിലെ കവർ കണ്ട സമയത്ത് എന്താടാ വീണ്ടും പൊടിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ജനിച്ചേച്ചി പെട്ടെന്ന് എൻ്റെ കവറിലേക്ക് നോക്കി. കവറിലാണെന്നുണ്ടെങ്കിൽ മണ്ണും ചെളിയും മാത്രം കിടക്കുന്ന കണ്ടപ്പോൾ ചേച്ചിക്ക് സംശയം എന്ന പോലെ പിടിച്ചിട്ട് നോക്കി. ഇതെന്താടാ, ഇതിട്ട് പിടിപ്പിക്കാനാണ് നീ കൊണ്ടുവന്നേ എന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് ദയനീയമായിട്ടൊന്ന് തല താഴ്ത്തി. ശേഷം ചേച്ചിയെടുത്ത് പറഞ്ഞു, എനിക്ക് എന്തോ മിണ്ടാതിരിക്കാൻ പറ്റാതെ തോന്നുന്നില്ല, എനിക്കെന്തെങ്കിലും സംസാരിക്കണം തോന്നുന്നുണ്ട് ചേച്ചിയെടുത്ത്, അതാ പിന്നെ ഇങ്ങോട്ട് പോരുന്നേ. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വന്നതാണെന്ന് പറയാമല്ലോ. കൈ കവറുണ്ടായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കത്തില്ല. എടാ ചെക്കാ, നിനക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ. പെട്ടെന്ന് ചേച്ചി എന്നെ അതിശയത്തോടെ നോക്കി പറഞ്ഞു, എടാ നീ ഇങ്ങനെ വരുന്നതും പോകുന്നതും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഉണ്ണിച്ചേട്ടനൊക്കെ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ വിചാരിക്കുന്നത് അറിയാൻ പറ്റില്ല. അപ്പം നീ അതിനനുസരിച്ച് പൊക്കോണം കേട്ടോ. പെട്ടെന്ന് ചേച്ചി സ്ട്രെയിറ്റ് അല്ലാതെയും വളച്ചിട്ടില്ലാതെയും കാര്യം പറഞ്ഞു. അപ്പോൾ ആ നിമിഷം ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിനക്ക് അവിടെ ചെന്ന സമയത്ത് എന്നെ മിസ് ചെയ്തായിരുന്നു? അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് മിസ് ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ സംസാരം ആ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് മിസ് ചെയ്തിട്ടില്ലേ, ശരിക്കും ഉള്ള കാര്യം തന്നെ പറഞ്ഞാൽ മതി എന്ന് ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും നീ വാ, ഞാൻ ചോറ് തരാം എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ അവിടേക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ചോറും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് കുറച്ചു നേരം ചേച്ചിയുടെ സംസാരിച്ചിരുന്നാൽ മതി. പെട്ടെന്ന് ചേച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എടാ നിനക്ക് വല്ല അഡിക്ഷനും വന്നോ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് അത്രയ്ക്കും മാധുര്യമുള്ള ശബ്ദമല്ലോ ആണോ ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ എന്ന് ചേച്ചി ഒരു ചിരിയോടെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ആ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചേച്ചിക്ക് തോന്നിയിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി. ചേച്ചി എന്നെ അവിടെ പിടിച്ചിരുത്തിയതിനു ശേഷം ചോറ് വിളമ്പി, ഇത് മുഴുവനും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ ജനിച്ചേച്ചിയോട് ചോദിച്ചു, പോവാനോ, എങ്ങോട്ട് പോവാൻ എന്ന് ചോദിക്കുമ്പോൾ ജനിച്ചേച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു, നീ പോകുന്നില്ലേ, ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞു, അതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക എന്ന് ചേച്ചിയോട് ചോദിക്കുന്ന സമയത്തിന് ചേച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു, എടാ ചെക്ക, നീ വെറുതെ കളിക്കില്ല കേട്ടോ. ആ നിമിഷം ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ ചേച്ചി ആകെപ്പാട് എന്നെ പോലെ കുറച്ച് സമയമുള്ളൂ നമുക്കിടയിലൊക്കെ, പിന്നെ അതിങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോകുമ്പം അതല്ലേ നല്ലത്. പിന്നെ കുറച്ച് നേരം നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുള്ളത് അതിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും പിന്നെ നമുക്കെന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമ്പോഴും അതൊക്കെ തന്നെയല്ലേ നല്ലത്. അതൊക്കെ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എന്തോ നമ്മുടെ ലൈഫിൽ കിട്ടുക. അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചേച്ചി? ഓവേ നിൻ്റെ സാഹിത്യവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്.
നീ ഇത് കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് ഉണ്ടോന്ന്. ഞാനതെടുത്ത് കഴിക്കുന്ന സമയത്ത് ചേച്ചീനെ കണ്ണി നോക്കിയിരുന്നു. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്, രുചിയുണ്ടോ? ഞാൻ പറഞ്ഞു, രുചിയുണ്ട് ചേച്ചി. ചേച്ചി ഉണ്ടാക്കുന്നതിനെല്ലാം നല്ല കൈപ്പുണ്യമാണ്. എന്തോ നല്ല ടേസ്റ്റുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചേച്ചി എൻ്റെ മുഖത്ത് നോക്കിയിട്ടെന്ന് ചോദിച്ചു, ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്. നിനക്കെങ്കിലും അതിന് കഴിഞ്ഞല്ലോ എൻ്റെ കുട്ടാ, അത് തന്നെ വലിയ കാര്യം. ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ മുഖത്തേക്ക് വീണ്ടും കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേച്ചി ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ചേച്ചി ഇങ്ങനെ ശോകം പിടിച്ച് വയ്ക്കരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതവിടെ കളയുക. ചേച്ചിക്കൊരു ലൈഫേ ഉള്ളൂ, അത് ഹാപ്പിയായിട്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ബുദ്ധിമുട്ടാക്കി വെക്കണ്ട. അതല്ലേ ഏറ്റവും നല്ല കാര്യം എന്ന് ചേച്ചിയോട് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിമിഷം ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു, എന്താ നടക്കാത്തത്? ചേച്ചിക്ക് എന്താ കാലും കൈയൊന്നുമില്ലേ നടക്കാതിരിക്കാനായിട്ട്? ഇടച്ചക്ക ചുമ്മാ കളി പറയല്ലേ. അങ്ങനെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു പൊട്ടിച്ചിരിയും കാര്യങ്ങളൊക്കെ വന്നു. ആ ടൈമിൽ തന്നെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിയുടെ ഹാപ്പിനെസ് ചേച്ചി നോക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങനെ കളയാനുള്ളതല്ല ചേച്ചിയുടെ ജീവിതം. അങ്ങനെ ഞാനത് പറയുമ്പോൾ ചേച്ചി തലകുനിച്ച് എന്തോ ഒരു വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചി ഒന്ന് നോണ്ടിയിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഉച്ചയ്ക്ക് ശേഷം അത് നടത്തിക്കൂടെ എന്ന് ഞാൻ ചേച്ചിയെടുത്ത് ചോദിക്കുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ചേച്ചി എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? എടാ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ കാര്യം, സാരി ഉടുക്കേണ്ട കാര്യമല്ലേ, അത് ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞില്ലേ. അത് മാത്രമല്ലേ ഉള്ളൂ നിൻ്റെ ആഗ്രഹം, അല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ വല്ലതും ഉണ്ടോ എൻ്റെ ചെക്ക എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, അത് ചേച്ചിയാണ് സഹായിച്ചേണ്ടത്. അപ്പോൾ അത് ചേച്ചി ശരിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ടുണ്ട്. നിൻ്റെ ആഗ്രഹം പോലെ ഇന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സാരി ഉടുക്കാം, അതുപോലെ? ഓക്കെ, പക്ഷേ ആ സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ചോറ് വിളമ്പി തന്നു, പക്ഷേ ചേച്ചി കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എടാ ഞാൻ ആ ഡയറ്റും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പം വണ്ണം കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേച്ചി ഡയറ്റ് ചെയ്ത് വെറുതെ അലമ്പാവല്ലേ. ചേച്ചിക്ക് ഇപ്പോഴാണ് നല്ല ഭംഗിയായിട്ടുള്ളത്, ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ലുക്കുണ്ട്. നീ ഡയറ്റ് ചെയ്ത് വേറെ വല്ല ബുദ്ധിമുട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനേക്കായി ബുദ്ധിമുട്ടായിരിക്കും. ആ ടൈമിൽ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ എല്ലാവർക്കും സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ ഇഷ്ടപ്പെടുക, അല്ലാതെ വണ്ണം വെച്ചിരുന്നു കഴിഞ്ഞാൽ കൊള്ളില്ല എൻ്റെ ചേക്ക. ചേച്ചിക്ക് അധികം വെയിറ്റ് ഗെയിനിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് വെയിറ്റ് ലോസും വേണ്ട, എന്നാൽ വെയിറ്റ് ഗെയിനും കൂടുതൽ വേണ്ട, ആ ഒരു മിഡിൽ ലെവലിൽ കൊണ്ടുപോയാൽ മതി. അതാകുമ്പം അധികം സ്ലിമ്മും ആവത്തില്ല. അതാണ് ചേച്ചിക്ക് എപ്പോഴും ലുക്കായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രം മതി ചേച്ചി, അല്ലാതെ വെറുതെ ഇങ്ങനെ എല്ലാം ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കളയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചേച്ചിയുടെ പറയുമ്പോൾ ചേച്ചി അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ ചെക്ക എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ ഞാൻ തള്ളിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പോയി സാരി എടുത്തിട്ട് വന്നിട്ട് ഇനി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ടൈമിൽ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചെക്ക ഞാൻ ഫ്രഷ് ആയില്ല, രാവിലെ തൊട്ട് ജോലിയും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ, അതിന് ശേഷമല്ലേ സാരി എടുക്കുന്നതൊക്കെ. ആയിക്കോട്ടെ, പോയി ഫ്രഷ് ആയിട്ട് വാ, ചേച്ചിക്ക് കുളിക്കാനുള്ള തോർത്തും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാം. ഓ, എന്താണ് ചെക്കന് ആകാംക്ഷ, സാരി എടുത്ത് കാണണമെന്ന് ഇത്ര വലിയ വാശിയാണോ എൻ്റെ ചെക്ക എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതെ, എനിക്ക് സാരി എടുത്ത് കാണണമെന്ന് ഒരുപാട് വാശിയുണ്ട്. എന്തൊക്കെയാലും എൻ്റെ കുട്ടൻ പോയി കൊടുത്തിട്ട് വാ. എടാ നീനെ കുട്ടാന്നൊക്കെ വിളിച്ചില്ലേ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ തോർത്തെടുത്തുകൊണ്ട് വന്നിട്ട് ചേച്ചിയുടെ തോളിലേക്ക് ഇട്ട് കൊടുത്തു. വേഗം പോയി എൻ്റെ കുട്ടി പോയി കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് സാരി എടുത്തിട്ട് വാ. ഉവ്വ എന്ന് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും തള്ളി വാഷ്റൂമിലേക്ക് കൊണ്ടിട്ടു. എല്ലാം റെഡിയായിട്ട് വന്നോണം കേട്ടോ. പിന്നെ ഞാൻ പുറത്തിരിക്കാൻ നല്ല കുട്ടിയായിട്ട് തന്നെ നേരത്തെ പോലെ തന്നെ. അപ്പം എനിക്ക് അവിടെ വരുന്ന സമയത്ത് ചേച്ചി സാരി എടുത്ത് കണ്ടാൽ മതി. പിന്നെ ഞാൻ 1-2 ഫോട്ടോസ് ഇടും കേട്ടോ സാരി എടുത്തതിന് ശേഷം, അപ്പം അതും കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു.
എൻ്റെ ജെനി ചേച്ചി റെഡി ആയിക്കോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു സോഫയിൽ പോയി അങ്ങനെ കിടന്നു. കുറേ സമയമായിട്ടും ചേച്ചിയെ കാണുന്നില്ലായിരുന്നു. ചേച്ചി കുളിക്കുകയാണല്ലോ, അപ്പോൾ ശല്യപ്പെടുത്തണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആ ടൈമിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ചേച്ചിയും പ്രതീക്ഷിച്ച്. ആ ടൈമിൽ എന്തായാലും കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ആ ഒരു സോഫയിൽ തന്നെ ഒരു കൈ ഇങ്ങനെ എടുത്ത് വെച്ച് നേരെ കിടന്നു. അങ്ങനെ ഈ ഒരു കടയുടെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം വേണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ.